ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യണത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ഇത് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റും ചെയ്യും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാനൊരു വാട്സാപ്പ് നമ്പറും ഇട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആൻഡ് സ്ക്രീനിലുമുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിച്ചാൽ ഞാൻ അവിടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ ചാറ്റ് അയച്ചാൽ ഞാൻ വേഗം നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി സ്കോർപ്പിയോക്ക് വേണ്ടിയിട്ട് 3 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ സ്റ്റാർ, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 4 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 4 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ ഞാൻ ഈ കാർഡ് എടുക്കാൻ മറന്നു. ഔട്ട്കം, റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഓക്കെ, ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണ്. 3 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്, ഒരു ഡേറ്റിൽ പോണ എനർജിയാണ്, ഒരു ഹാപ്പി എനർജിയാണ്. ആക്ച്വലി ഫ്രണ്ട്സ്, ഫാമിലിക്കെല്ലാം നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച്, ഇവരെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കണു. അവരോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണു. അങ്ങനത്തെ പറഞ്ഞ ഒരു ഷെയർ ചെയ്യണു. ഹാപ്പി ന്യൂസ് നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യണു. അങ്ങനത്തെ ഒരു എനർജിയാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഡെവിൽ ഉണ്ട്. ഏസ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ് ഈ പേഴ്സൻ്റെ എനർജി? ഫൂൾ. ആൻഡ് ഇവിടെ ഡെത്ത് ആണ്. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ 2 മെസ്സേജസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സൻ്റെ, ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുടെ കൂടെയൊക്കെ ഈ ന്യൂസ് ഷെയർ ചെയ്യണു. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ ഡെവിൽ കാണാണ്ട്. അപ്പോൾ ഡെവിൽ വരുമ്പോൾ ഇത് ചില കേസസിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ല അതുവരെ. അവർ ഒരു ഓപ്പൺ കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിനെ അവർ കാണുന്നത്. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഇപ്പോൾ ഉള്ളത്. ഡെവിൽ ചിലപ്പോൾ നിങ്ങളുടെ സൈഡിലും ഉണ്ടാവണ ഒരു ഇഷ്യൂ ആയിരിക്കാം. നിങ്ങൾ അത്ര പറഞ്ഞ ഫോക്കസ്ഡ് അല്ല. ഇവിടെ ഒരു ഫ്രണ്ട് സോൺ മാതിരി ഒരു ഫ്രണ്ട്ലി എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ടോക്സിക് എലിമെന്റ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം, ഓർ എൽസ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കാഷ്വൽ ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക, അതും ആവാം. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്, ഫൂൾ ഉണ്ട്, ഡെത്ത് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിൽ എന്തോ ഒരു ക്ലാരിറ്റി വരണു. ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സന്റെ എനർജിയിൽ. ആൻഡ് ഈ പേഴ്സന്റെ എനർജിയും ഒരു ഫ്രീ ഫ്ലോയിങ് എനർജിയാണ്, ഒരു കമ്മിറ്റ്മെന്റിന്റെ എനർജി അല്ല.
പക്ഷെ ഇവിടെ അത് ചേഞ്ച് ആവുന്നുണ്ട്, അവരുടെ മനസ്സിലൊരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഫ്രം ഫൂൾ അവർ ഡെത്തിന്റെ എനർജിയിലേക്കാണ് പോണേ. അപ്പൊ അവർ സിംഗിൾ ആൻഡ് നോൺ കമ്മിറ്റൽ പറഞ്ഞ കമ്മിറ്റ്മെന്റ് തരാത്ത ഒരു എനർജിയിലായിരുന്നു വെച്ചാൽ അതിപ്പോ മാറുന്നുണ്ട്, അവരുടെ മനസ്സ് മാറുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ആക്ച്വൽ ഇഷ്യൂ എന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കറന്റ് എനർജി ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓഫർ. പക്ഷെ ഈ ഓഫർ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന്റെ ഓഫറാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ ആൻഡ് 5 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു പാസ്റ്റ് പേഴ്സൺ ആവാം. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ചാ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ടോക്സിക് എലിമെന്റ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഓക്കെ, ഇപ്പൊ ഇത് മേ ബി നിങ്ങള് ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷെ അതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആവില്ല. ഈ പേഴ്സൺ വരണ പേഴ്സൺ അവര് മേ ബി നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കില്ല, അവരും നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഫീലിങ്സ് ഉണ്ട്, സീരിയസ് ഫീലിങ്സ് ഉണ്ട്. ആൻഡ് അത് നിങ്ങൾക്കൊരു ഓഫർ തരാനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒരു പുതിയ ഓഫറാണ്. പക്ഷെ ഈ പേഴ്സണെ നിങ്ങൾ ഓൾറെഡി അറിയാം. അപ്പൊ ഇതൊരു നോൺ പേഴ്സൺ ആണ്, ഒരു അൺനോൺ പേഴ്സൺ. പുതിയ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഓഫറാണ്, പക്ഷെ അറിയണ പേഴ്സൺ ആണ് ഇത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു റിഗ്രറ്റിന്റെ കാർഡ് ഉണ്ട്. അപ്പൊ ഈ പേഴ്സൺ ഇല്ല വെച്ചാൽ നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റിനെ കുറിച്ച് വിചാരിച്ച് ഇവിടെ കുറെ റിഗ്രറ്റ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ മേ ബി ഈ പേഴ്സണിന്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താ വെച്ചാൽ അവർക്ക് മുമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ചെയ്തില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര സീരിയസ് ഫീലിങ്സ് ഉണ്ടായില്ല. ആൻഡ് ഇപ്പോൾ അത് റിഗ്രറ്റ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു വരണേ. ഓക്കെ, ഇത് അവരുടെ സൈഡിലായിരിക്കാം ഈ റിഗ്രറ്റ് ഉള്ളതോ നിങ്ങളുടെ സൈഡിലായിരിക്കാം. പക്ഷെ എന്തായാലും ഇവിടെ ഈ സിറ്റുവേഷൻ ഒരു പാസ്റ്റ് പേഴ്സണെ ഇൻവോൾവ് ചെയ്യണത് സിറ്റുവേഷൻ ആണ് ഇത്. നമ്മൾക്ക് എന്തായാലും നോക്കാം ബാക്കിയുള്ള മെസ്സേജസ്. നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ പേജ് ഓഫ് വോൺസ് ഒരു അഗൈൻ ഒരു സീരിയസ് ആയിട്ടല്ല നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, ഓർ അവർ മെച്ചുവർ അല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ ഇവിടെ പാഷൻ ഉണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ ഇതൊരു ലോങ് ടേം ആയിട്ടല്ല നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ പേജ് ഓഫ് വോൺസ് എന്താണ്? ഹെർമിറ്റ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അവരുടെ റിലേഷൻഷിപ്പിനെ കുറച്ച് സീരിയസ് അല്ല, അവർക്ക് ഇങ്ങനെ ഒരു കാഷ്വൽ ആയിട്ടാണ് റിലേഷൻഷിപ്സ് വേണ്ടേ, അങ്ങനത്തെ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ പേഴ്സണെ ആക്ച്വലി സീരിയസ്ലി എടുക്കുന്നില്ല. ആൻഡ് ഇവിടെ ഹെർമിറ്റിന്റെ എനർജി ഒരു എക്സ്പീരിയൻസിന്റെ എനർജിയാണ്. നിങ്ങൾ മേ ബി ഈ പേഴ്സണെ മുമ്പേ തൊട്ടിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഇവർ എങ്ങനെയാണെന്ന്. അപ്പോൾ ആ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ അങ്ങനെയാണ് നേച്ചറിന്, അങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയാണ് അവരുടെ ബിഹേവിയർ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താണ്. ഈ പേഴ്സന്റെ എനർജിയിൽ 7 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ കുറെ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇതും ഒരു ടെംപ്ടേഷന്റെ എനർജിയാണ്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി അവർ ക്ലിയർ അല്ല, അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം. ഫ്യൂച്ചറും പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ആ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഒന്നും ആക്ഷൻ കൊടുക്കുന്നില്ല. അവർക്ക് എന്താ വേണ്ടെന്നോ ടോട്ടൽ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, എന്നുവെച്ചാൽ അവരുടെ മനസ്സ് എന്തോ പറയണു, പക്ഷെ അവർക്ക് അങ്ങനത്തെ ഫീലിങ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാവണേ, എന്താണ് ഈ ഫീലിംഗ്, എന്താണ് ഈ ഫീലിംഗ് ഇപ്പോൾ വരണേ, കുറെ അങ്ങനെ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അവരെ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്തത്, എന്താണ് അവരെ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കണേ. അപ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളും മുമ്പേ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ അത് പറഞ്ഞ അത് ആ എൻഡിങ് കഴിഞ്ഞിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അവർ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കുറെ. ഓക്കെ,
പക്ഷെ അവരുടെ പാസ്റ്റിന്റെ ഹാബിറ്റ്സ്, പാസ്റ്റിന്റെ ബിഹേവിയറുടെ കാരണമായിരിക്കും നിങ്ങൾ കമ്പാറ്റബിൾ ആയിരുന്നില്ല, നിങ്ങൾ പിരിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവർക്ക് എവിടെയോ നിങ്ങളെ മറക്കാൻ പറ്റിയില്ല. ഓക്കെ, അവർക്ക് ആദ്യം ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിലേക്കാണ് അവർ പോണത്. ഇവിടെ സ്റ്റാർ എനർജിയാണ് നിങ്ങളുടെ ഇന്റൻഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷ് ഉണ്ട്, അത് ഈ പേഴ്സൺ ഒരു മെച്ചോറായി പേഴ്സൺ ആയിരുന്നു വെച്ചാൽ നമ്മൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോവായിരുന്നു. ഓരൽസ് അങ്ങനെ ഒരു ബിഹേവിയറിൽ അവരുടെ ചേഞ്ച് ഉണ്ടായിച്ചാൽ മേ ബി ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട്, ഒരു പ്രെയർ ഉണ്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ 4 ഓഫ് കപ്സ് ആണ് ഇന്റൻഷൻ. അവർക്ക് നിങ്ങളെ കുറിച്ച് തന്നെയാണ് അവർ എപ്പോഴും അവരുടെ മനസ്സിലുള്ളത്. ഈ സമയത്ത് അവർക്ക് വേറെ ഒരു കാര്യത്തിലും അവരുടെ ഫോക്കസ് ഇല്ല. എന്നുവെച്ചാൽ സഡൻലി എന്തോ ഒരു സ്വിച്ച് ഓൺ ചെയ്ത മാതിരി അവർക്ക് കുറെ ഒരു ഈ ഐഡിയ വന്നിരിക്കണു, പറഞ്ഞാൽ ഈ തോട്ട് വന്നിരിക്കണു. ആൻഡ് അവരുടെ മനസ്സിന് ഇപ്പോൾ ഐഡിയ പോവില്ല. അത് നിങ്ങളുടെ കൂടെ അവർക്കൊരു ഫ്യൂച്ചർ വേണം എന്ന് ആ ഒരു തോട്ട്, ആ മനസ്സിൽ ആ ഒരു ഐഡിയ വന്നിരിക്കണു. ഇപ്പൊ 8 ഓഫ് കപ്സ് ആണ് ഇവിടെ നിങ്ങളുടെ എനർജി, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കണു അത് ഈ പേഴ്സൺ ഇങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇത് നമ്മൾക്ക് ചേരില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വാക്ക് അവേ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഇന്റൻഷനും അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ആ ഒരു കാഷ്വലായി റിലേഷൻഷിപ്പ് വേണ്ട, നിങ്ങൾക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണ് വേണ്ടത്. ഇവിടെ കുറെ ലവ് ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ്. നിങ്ങൾക്ക് അറിയാം ഇത് ഈ പേഴ്സൺ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറല്ല, ഒരു കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറല്ല വെച്ചാൽ നിങ്ങൾ വാക്ക് അവേ ചെയ്യാനും റെഡിയാണ്. ഈ പേഴ്സന്റെ എനർജിയിൽ ഞാൻ പറഞ്ഞ മാതിരി അവര് ഇപ്പോ കുറച്ചുകൂടി ഒരു സീരിയസ് എനർജിയിലേക്കാണ് പോണത്. ആൻഡ് അവര് കുറെ സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ അവരുടെ എല്ലാം പ്രോബ്ലംസ്, അവരുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുക, അവരുടെ തിങ്കിങ് പാറ്റേണിനെ ചേഞ്ച് ചെയ്യുക, അതിലേക്ക് അവർ കുറെ എഫേർട്ട് ഇടുന്നുണ്ട്. കുറച്ചുകൂടി ലൈഫിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുക, അതൊക്കെ അവർ മാറ്റം വരുന്നുണ്ട് അവരുടെ ഉള്ളിൽ. ആൻഡ് ഇപ്പോൾ കുറച്ചുകൂടി ഒരു സീരിയസ് എനർജിയിലാണ് അവർ. റിലേഷൻഷിപ്പിൽ സീരിയസ് കമ്മിറ്റ്മെന്റിൽ എങ്ങനെയാ ഉണ്ടാവണം, എങ്ങനെയാ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുക, എങ്ങനെയാ ഞാൻ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അതൊക്കെ അവർക്ക് ഇപ്പോൾ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അവർ സീരിയസ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അവർ ഉണ്ടാക്കണ്ടേ. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടേ, ഓക്കെ, അതൊക്കെ അവരിപ്പോൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണു. നിങ്ങളുടെ ആക്ഷൻ ഒന്നും, നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോകില്ല. നിങ്ങൾ കുറെ ഒരു പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ക്ലിയർ ആണ്, അത് ഇവിടെ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് എനിക്കൊന്നും എഫേർട്ട് ഇടണ്ടെന്ന് നിങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ നിങ്ങളുടെ സൈഡിന് അല്ല ആക്ഷൻ ഇവിടെ ഉണ്ടാവുക. നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണെ കുറെ ലവ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഈ പേഴ്സണിനെ കുറിച്ച്. എന്നുവെച്ചാൽ അവർക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാണോ എന്ന് നിങ്ങളത് ഷുവർ അല്ല. ഈ പേഴ്സന്റെ എനർജിയിൽ 10 ഓഫ് വാൻഡ്സ് ആണ് ആക്ഷനിൽ. അവർ വെരി സൂൺ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തുറന്ന് പറയാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്, ഒരു ലോങ് ടേം ഓഫർ. എന്നുവെച്ചാൽ അതാണ് ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക്. ഇതാണ് അവർക്ക് ഒരു ട്രൂ ഹാപ്പിനെസ് ഇതിലാണെന്ന്. ഈ കാഷ്വൽ റിലേഷൻഷിപ്സ്, ഫ്ലിങ്, വൺ നൈറ്റ് സ്റ്റാൻഡ്, അതൊക്കെ അവർക്ക് ഇപ്പോൾ അതിലിപ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവർക്കൊരു ഫ്യൂച്ചർ പാർട്ട്ണറാണ് വേണ്ടത്, അവർക്കൊരു ഫാമിലി വേണം. അപ്പൊ അങ്ങനത്തെയൊക്കെ തോട്ട്സ് അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. ആൻഡ് അവർ നിങ്ങളുടെ അടുത്ത് ഈ ഓഫർ തരാൻ വെരി സൂൺ അവർ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. അപ്പൊ ഔട്ട്കം നിങ്ങളുടെ ഇവിടെ ഔട്ട്കം ജസ്റ്റിസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്, കർമ്മയുടെ എനർജിയാണ്, ലോങ് ടേം റിലേഷൻഷിപ്പിന്റെ എനർജിയാണ്, മാരേജിന്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഇപ്പോൾ സീരിയസ് ആണ് നിങ്ങളെ കുറിച്ച്. ഒരു റിലേഷൻഷിപ്പിന്റെ ഓഫർ വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. ചിലവർക്ക് ഇവിടെ മാരേജിന്റെ ഓഫറും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ സീരിയസ് ഓഫർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറെ പാഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു സീരിയസ് ഓഫറും കൂടി ഉണ്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ, സ്കോർപിയോ, അക്വേറിയസ്, ഏരീസ്, വെർഗോ, പൈസീസ്. വെർഗോ പറഞ്ഞു, പൈസീസ് പറഞ്ഞു.
അക്വേരിയസും പറഞ്ഞു. അപ്പൊ ഇതാണ് മേജർ സൈൻസ്. ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് മെസ്സേജ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? So many things remind me of you. You came closer than anyone. I wish I had treated you better. I wonder if you are happy without me. അപ്പൊ ഇതാണ് അവരുടെ മനസ്സിലുള്ള മെസ്സേജസ്, ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് സ്കോർപിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.